ഹലോ ആൾ വെൽക്കം ബാക്ക് ടു നാജൂസ് വൈറ്റ്സ് ആൻഡ് ആർട്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നോമ്പാണല്ലേ. അപ്പോൾ നോമ്പ് തുറക്കുള്ള കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ. അപ്പോൾ ഞാനിതാ ഫ്രഷ് ആയി കഴിഞ്ഞാണ്ട് പിന്നെ നേരെ കിച്ചണിൽ വന്നിട്ട് ഇതാ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. പിന്നെ ചിക്കൻ ഇന്നലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പീസുകളൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ടൈമിൽ മോൻ ഉറങ്ങുന്ന ടൈമാണ്. ആൾ ഉറങ്ങുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് ഒന്നും കൂടി എളുപ്പമാവും തോന്നിയിട്ടാണ് കേട്ടോ. ഇനി ചിലപ്പോൾ ഉണരുന്ന ടൈമിൽ ആൾക്ക് വാശിയും കുറുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുന്ന പണിയൊന്നും മുഴുവനാകാതെ അവിടെ കിടക്കും കേട്ടോ. ഇനി ഞാൻ തേങ്ങ വറുത്ത് വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ തേങ്ങ സാധാരണ നോമ്പ് ഒന്നിന് ഞാൻ 2-3 തേങ്ങ വറുത്തിട്ട് ബാക്കിയുള്ളത് അപ്പോഴത്തെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിക്ക് വെക്കലാണ്. എന്നാൽ പിന്നെ അതൊരു പണിയൊരുക്കായിട്ട് തോന്നലുണ്ട് കേട്ടോ. കുറച്ച് ദിവസത്തിന് പിന്നെ അതിമ്മക്ക് മല്ലിക്കെട്ടേണ്ടി വരില്ല. മക്കൾക്കാണെങ്കിൽ എക്സാം ആയതുകൊണ്ട് സ്കൂളും ഉണ്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേന് അത്യാവശ്യം കുറച്ച് പണികളൊക്കെ തീർത്ത് വെക്കണത് തന്നെയാണ് ബുദ്ധിയും തോന്നിയതുകൊണ്ടാണ് റെസ്റ്റ് എടുക്കാൻ നിൽക്കാതെ വേഗം ഇങ്ങനെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങ ചിരവലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരാൾ സ്കൂളിൽ വന്നു. ആൾക്ക് ചട്ടി തന്നെ കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്തെടുക്കാനുള്ളതിക്ക് കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വലിയ ജീരകം ഇതൊക്കെ ഇട്ടിട്ടാണ് തേങ്ങ വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉള്ളിയൊക്കെ തൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തേങ്ങ ഇനി നമുക്ക് ചിക്കൻ എന്നല്ല ബീഫോ ഉരുളക്കിഴങ്ങ് കറിയോ ഇനിയിപ്പോൾ കടലക്കറിയോ ഇതിക്കൊക്കെ മല്ലി ഇട്ട് വെക്കുന്ന എല്ലാ കറിക്കും ഈ ഒരു വറവ് തന്നെ മതി കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ മഞ്ഞപ്പൊടി ഇടലുണ്ട് വറുത്തെടുക്കുമ്പോൾ. പക്ഷെ ഇപ്രാവശ്യം മഞ്ഞപ്പൊടി ഇടണില്ല. 1-2 പ്രാവശ്യം ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് വറുത്തെടുത്തിട്ട് തേങ്ങയിലും മഞ്ഞപ്പൊടി ഉണ്ടാവും, കറിയിലും ഏറും. അപ്പോൾ അങ്ങനെ മഞ്ഞപ്പൊടി ഏറുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നില്ല കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തൊളിച്ചെടുത്തു. ഇത് കഴുകിങ്ങാണ്ട് ഇനി നമുക്ക് തേങ്ങയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി മാത്രമല്ല വലിയ ജീരകവും കൂടിയും ചേർത്തിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിരുന്നൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ കുക്കറൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങൊക്കെ അതൊന്ന് മാറ്റി വെച്ചു. ചിക്കൻ കഴുകിയെടുക്കാം കേട്ടോ. ക്യാമറ ഓഫാക്കിയിട്ട് നല്ലപോലെ കഴുകിയെടുത്തു. ക്യാമറ കയ്യിൽ വെച്ചിങ്ങാണ്ട് കഴുകാൻ പാടായതുകൊണ്ട്. പിന്നെ അതിക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി ഇട്ടുങ്ങാണ്ട് വേവിച്ചെടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ തേങ്ങയും വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ജോലി 2 അടുപ്പും കത്തിച്ചിട്ടാണ് ജോലി ചെയ്യണത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് റെസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. നമുക്കിങ്ങനെ വൈയായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് പോരുന്നുണ്ട്. എന്നാലേ നമ്മൾ ജോലി തീരുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ക്യാമറ ഫുൾ ഓണാക്കി കാണിക്കാനൊക്കെ വിട്ടു പോകുന്നുണ്ട്. പിന്നെ ഞാനിതാ കറിവേപ്പില എടുത്ത് കൊണ്ടുവന്നു കേട്ടോ. കറിവേപ്പില ബാക്കിയുള്ളത് ഫ്രിഡ്ജിക്ക് വെച്ചു. നമ്മൾ തേങ്ങയ്ക്കും ലേശം ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ഇന്നത്തെ ആവശ്യത്തിനുള്ള തേങ്ങ അതിൽ നിന്നും എടുത്ത് മിക്സിയുടെ ജാർക്ക് ഇട്ട് കൊടുത്തു. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തുങ്ങാണ്ട് ബാക്കിയുള്ളത് ഇതാക്കണ് ഫ്രിഡ്ജിക്ക് വെക്കുക കേട്ടോ. അപ്പോൾ തേങ്ങൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാനിതാ പത്തിരിക്കുള്ള പരിപാടിക്ക് നിന്നു കേട്ടോ. അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചു. 3 നാഴി പൊടിക്ക് 5 നാഴിക വെള്ളം എന്നില്ല, ആ ഒരു കണക്കിലാണ് വെള്ളം എടുത്ത് വെച്ചിട്ടുള്ളത്. വെള്ളം തിളക്കുന്ന ടൈം കൊണ്ട് എന്ത് ചെയ്യുക, സമൂസ ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കട്ടെ വിചാരിച്ചങ്ങാണ്ട് ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഇക്കാക്ക വന്നങ്ങാണ്ട് വേഗം ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് കളിക്കാൻ ആളില്ലാത്തതിൻ്റെ ഒരു മുഷിപ്പും കൂടി കാണിക്കണം കേട്ടോ. എപ്പോഴാണ് കരയാന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഞാനിതാ ഉള്ളിയൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തു. അത് നമ്മുടെ വെള്ളവും തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആൾ കുറുമ്പ് തുടങ്ങി കേട്ടോ. ഉമ്മച്ചി പണിയെടുക്കണ്ടെന്ന് പറഞ്ഞങ്ങാണ്ടാണ് കരയുന്നത് കേട്ടോ. അപ്പോൾ അവനെയൊക്കെ ഒന്ന് സെറ്റാക്കി വന്നങ്ങാണ്ട് ഞാനിതാ പൊടിയൊക്കെ വാട്ടിയെടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. പിന്നെ അവൻ ഇടയ്ക്കൊക്കെ കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കരച്ചിലും ഇതൊക്കെ മാറ്റാൻ പോയ ടൈമിൽ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുകാണ്ട് പിന്നെ പൊടി ഈ പരുവായിട്ടാണ് കേട്ടോ വീണ്ടും വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ ഓർമ്മ വന്നത്. അപ്പോൾ ഞാനിതങ്ങനെ ഓരോ ബോൾസാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോൾസാക്കി വെക്കുമ്പോൾ മോന് ഇതിമെന്ന് ഓരോ ബോൾ കിട്ടുമല്ലോ എന്നുള്ളതിൽ അവന് അടങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതിങ്ങനെ ബോൾസാക്കി എടുക്കുന്ന ടൈമിൽ ആളെ കുഞ്ഞിക്കൈ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓരോ ബോൾസ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനത് മേടിച്ചങ്ങാണ്ട് ചെറുതാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഞാനിനി പത്തിരി ഇങ്ങനെ ബോൾസ് ഒരുമിച്ചാക്കി എടുത്തിട്ട് പെരത്തലും ചുടലും എല്ലാം ഒരുമിച്ചായിരിക്കും കേട്ടോ. നമുക്ക് ഹെൽപ്പിന് ആളില്ലാത്തതുകൊണ്ട് തന്നെ ഒക്കെ ഒരുമിച്ച് ചെയ്യാം. ഒറ്റക്കാവുമ്പോൾ എങ്ങനെ ഇത്രയും പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്നില്ലേ, ഇത് വേണ്ട, നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ആ പത്തിരിയൊക്കെ ബോളാക്കി എടുത്ത് ഇനി നമുക്കിത് പരത്താനും ചുടാനൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പത്തിരി നല്ല നൈസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെയാണ് കൂടുതലും ചെയ്യൽ. പത്തിരി പരത്തലും ചുടലും ഒക്കെ ഒരുമിച്ച് അങ്ങനെ ചെയ്യലാണ്. എന്നാൽ പിന്നെ ചുടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. നമ്മൾ പത്തിരി ഇങ്ങനെ പരത്തിയെടുക്കുന്ന ടൈം കൊണ്ട് ഓരോ പത്തിരി ഇങ്ങനെ റെഡിയായി വന്നോളും. അപ്പോൾ അത് നല്ല പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ പത്തിരി. നല്ല അടിപൊളി പൊടിയാണ്, പാക്കറ്റ് പൊടി മേടിച്ചത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ മോനിവിടെ ഇരിക്കുന്നുണ്ട്, അവന് പത്തിരി കൊടുക്കാമെന്നുള്ളതിലാട്ടോ. അപ്പോൾ ആൾക്ക് ഫസ്റ്റ് ഒരു പത്തിരി ചുട്ടു കൊടുത്തിട്ടോ. അങ്ങനെ പത്തിരി ചുടൽ മാത്രമായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനി ചിക്കന് വേവിച്ച് വെച്ചിരുന്നല്ലോ, അപ്പോൾ അതിന്ന് ആ പീസുകൾ ചിക്കൻ്റെ പീസൊക്കെ എടുത്ത് മാറ്റിയൊക്കെ ചെയ്യണം കേട്ടോ. അത് മാറ്റിയിട്ട് ഇനി അതിക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും വേവിച്ചുകൊണ്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് അതിക്ക് തേങ്ങ അരച്ച് പാരാമെന്നാണ് വിചാരിക്കണം കേട്ടോ. ചെറിയ 1-2 കഷ്ണങ്ങൾ അവിടെ ഇവിടെയും വെച്ചുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടോ. ഇനി നമുക്ക് പെലച്ചക്ക് ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഈ ചിക്കനാണ് എടുക്കുക. പിന്നെ നമ്മൾ സമൂസക്ക് ഉള്ളത് ഇതൊക്കെ ഇനി ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ കറിക്ക് കുറച്ച് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ടോ. ഉള്ളിയും തക്കാളി വാട്ടി പറഞ്ഞാൽ ഇതാ ഈ കുറുമ്പിൻ്റെ ഇടയിൽ കൂടിയുള്ള വാട്ടിലായതുകൊണ്ട് വേഗം കഴിയണം എന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കറി തന്നെ ഉണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇല്ലാതെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിങ്ങാണ്ട് അതിൽ ഇട്ടുങ്ങാണ്ട് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുങ്ങാണ്ട് നമ്മളെ തേങ്ങ അതിക്ക് അരച്ച് ചേർക്കുക ചെയ്യണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ പത്തിരി ചുടൽ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഈ കറിമക്ക് നിന്നത്. ടൈം വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നപ്പോൾ അരച്ച് വെച്ച തേങ്ങ അതിക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതാ നമ്മളെ പത്തിരിയൊക്കെ ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. ഒറ്റ പത്തിരിയും കരിഞ്ഞിട്ടോ ഇതായിട്ടൊന്നും ഇല്ല കേട്ടോ. നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ തേങ്ങ അരച്ച് പാരുന്നത് നല്ല തിളച്ച് വന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിക്കില്ല വെളുത്തുള്ളി ഇഞ്ചിയും ചതക്കുകയാണ്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതും കൂടി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല പോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. സമൂസൻ്റെ ഇത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മളെ ചിക്കനെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ചിക്കനും വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. കാര്യമായിട്ട് ഉള്ളി, ഉരുളക്കിഴങ്ങ്, പിന്നെ മുളക് ചേർത്തിട്ടില്ല, പച്ചമുളകും ചേർത്തിട്ടില്ല, മുളക് പൊടിയും ചേർത്തിട്ടില്ല. മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എരിയില്ലാതെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, മല്ലിയില, പിന്നെ ചിക്കനിലുണ്ടല്ലോ, ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ഫ്ലാഷിൻ്റെ അതുകൊണ്ട് തന്നെ മഞ്ഞ കളർ കാണിക്കണില്ല കേട്ടോ, വെള്ള കളറായിട്ടാണ് ഇത് കാണിക്കുന്നത്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ചിക്കനും കൂടി വേവിച്ചങ്ങാണ്ട് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ എടുത്തുകൊണ്ട് നമ്മൾ അതിക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമുക്കത് ഓലയിൽ മടക്കിയെടുക്കാം. ഓല കടയിൽ നിന്ന് മേടിച്ച ഓലയാണ്, റെഡിമെയ്ഡ് ഓല മേടിച്ചതാണ്. അപ്പോൾ അതിൽ ഇനി അത് മടക്കിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ സമൂസ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് സമയം ഏകദേശം ഒരു 6 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമൂസ പൊരിക്കാനുള്ള എണ്ണ അടുപ്പത്ത് വെച്ച ആ ടൈമിൽ ഞാൻ കുറച്ച് മുന്തിരിയൊക്കെ എടുത്തുങ്ങാണ്ട് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് ബാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേനും പരിപാടികളൊക്കെ തീർക്കണം എന്നുള്ളതിൽ അധികം ഡീപ്പായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ ജ്യൂസിലുള്ള പരിപാടിക്കും കാര്യത്തിനൊക്കെ അങ്ങനെ നിന്നു കേട്ടോ. സമ്മാമാണ് ജ്യൂസ് അടിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും